പണ്ടുള്ള സിനിമയെ ചോദിക്കാനേക്കാളും അത് ഇപ്പോഴത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് പണ്ട് സിനിമയിലേക്ക് പോകാം. ചേട്ടനോട് ഒരു ചോദ്യം ചോദിച്ച് ബാക്കി വെച്ചിരിക്കുകയാണ്. ലാസ്റ്റ് എനിക്ക് ഷേക്കൻഡ് തന്നിട്ട് നമ്മൾ ആ ഒരു സോളി ടൈമിൽ അത് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. ചേച്ചിയോട് ചോദിക്കാം ഫസ്റ്റ്. നമ്മൾ ഈ സിനിമകൾ, അതായത് 15-18 വർഷം മുമ്പുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ പാവാടയും ചെറിയൊരു ബ്ലൗസൊക്കെ, ചെറുത് മീൻസ് ഇറക്കമുള്ള, അതിനെന്താ പറയുന്നത് എനിക്കറിയില്ല, അതൊരു ബ്ലൗസൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുമ്പം വീണ്ടും മോഡേണിലേക്ക് മാറി, ചുരിദാറിലേക്ക് മാറിയല്ലേ. ഇപ്പോൾ ഉള്ള ഒരു കോൺസെപ്റ്റും അന്നത്തെ ഒരു കോൺസെപ്റ്റും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത് അഭിനയത്തിൽ? അന്നത്തെക്കാട്ടിലും ഇന്ന് കുറച്ചും കൂടെ ഭയങ്കര ഫ്രീ ആയിട്ടും കാഷ്വൽ ആയിട്ടാണ് അഭിനയിക്കുന്നത്. അന്നത്തെ കുറെ കൂടെ പിള്ളേർ കുറച്ചും എനിക്ക് തോന്നുന്നത് ഇന്നത്തെ അന്ന് പിള്ളേർക്ക് കുറച്ചും കൂടെ പേടിയുണ്ടായിരുന്നു. സ്ക്രീനിൽ വരുമ്പോഴും അല്ലെങ്കിൽ ക്യാമറ ഫേസ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഭയം, എന്തോ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പിള്ളേർ അങ്ങനെയല്ല, ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് വന്ന് ഒരു ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ പോകുന്ന പോലെ വന്ന് അഭിനയിച്ച് പോവുകയാണ്. ഭയങ്കര ഫ്രീ ആ പിള്ളേർ. നമ്മളൊക്കെ ലൊക്കേഷൻ ചെല്ലുമ്പോൾ അതിശയിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പിന്നെ സീനിയേഴ്സിന്റെ മുമ്പിലൊക്കെ നമ്മളിങ്ങനെ നിൽക്കാൻ പോലും പേടിയായിരുന്നു. സുമാരി ചേച്ചിയും അങ്ങനെ എല്ലാം വലിയ വലിയ ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ കൂടെ സീരിയലിലും സിനിമയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അവരിരിക്കുന്ന സ്ഥലത്ത് പോയി നിന്ന് ഇരിക്കാൻ പോലും പേടിയാണ്. അല്ലെങ്കിൽ ഭയങ്കര വിനയത്തോടെയാണ് അവരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലും. ആ ഒരു കാര്യത്തിൽ ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെ ഒരു വേർകൃത്യം അവർക്കില്ല. സീനിയർ ആണെന്നോ അങ്ങനെയുള്ള ഓൾറെഡി എനിക്ക് തോന്നുന്നു അവർ ഒരു അതെ മൊബൈൽ എടുത്തൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ അതിന് അറപ്പൊന്നാമത് മാറിക്കാണും സംസാരിക്കാനുള്ള. പിന്നെ കുറച്ച് എല്ലാവരും ഫ്രണ്ട്ലി അല്ലേ, ഇപ്പൊ എല്ലാവരും ഫ്രണ്ട്ലി ആയാലേ പറ്റുള്ളൂ. വലിയൊരു മാറ്റമാണ് ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ മാറ്റം അതാണ്. പിന്നെ കുറച്ചും കൂടെ കാഷ്വൽ ആണ് ഇപ്പം. പണ്ടത്തെ പോലെ ഇങ്ങനെ ഭയങ്കര ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള പെർഫോമൻസസ് ഇപ്പം ഇത്തിരി കുറവാണല്ലോ. എല്ലാവരും വളരെ കാഷ്വൽ ആയിട്ടാണ്. ചേട്ടനിലേക്ക് വരുവാണെങ്കിൽ ചേട്ടൻ എന്താ പറയുക, നല്ല കഥാപാത്രങ്ങൾ ചെയ്തു, കുറേ ഗ്ലാമർ പരിവേഷമുള്ള കഥാപാത്രങ്ങൾ ചെയ്തു സീരിയലിലായാലും. അപ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു നായകൻ സിനിമയിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും കാണും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത ഏത് സമയത്തായിരിക്കും വന്നിരിക്കുന്നത്? കാര്യം ഏത് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും? അല്ല, സീരിയൽ ഞാൻ ചെയ്യുന്നതിന് മുൻപാണ് ഞാൻ സിനിമയിലാണ്, അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയിൽ കൂടാണ് ഞാൻ സിനിമ ഇതിൽ വരുന്നത്. അത് ലാളനം എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സിനിമയിൽ തന്നെ നായകനായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ സമയം ഒത്തു വന്നില്ല. പിന്നെ പതുക്കെ കൊണ്ട് പെട്ടെന്ന് വന്നൊരു സീരിയൽ ഹീറോ ആയിട്ടൊരു കഥാപാത്രം വന്നു. പിന്നെ അതിൽ ചെയ്തു. പിന്നെ ഇതിലങ്ങ് കണ്ടിന്യൂ ചെയ്തു പോയി. ആഗ്രഹം ഇല്ലാതിരിക്കത്തില്ല, ആഗ്രഹം കാണുമല്ലോ. പിന്നെ ഭാഗ്യം എന്ന് പറഞ്ഞൊരു സാധനം തുണയ്ക്കണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം ഇവിടേക്ക് വരുവാണെങ്കിൽ എനിക്കൊരു ഡയലോഗ് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ ആ പിന്നെ ജൂനിയർ മാൻഡ്രേക്കിൽ എപ്പോഴും ഫേമസ് ആണ്, ഫോൺ വിളിച്ചിട്ട് തമിഴ് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അട്ടപ്പാടി മുത്തുലക്ഷ്മി. അതൊന്ന് റിക്രിയേറ്റ് ചെയ്താലോ ചേച്ചി? എങ്കിലും അറിയുന്നിടത്തോളം. പിന്നെ ഒരു ഐസ്ക്രീം കുടിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൂട്ടുകാരെ തമ്മിൽ സംസാരിക്കുന്നുണ്ടല്ലോ. അത് മറ്റേ ജഗദീഷ് ഏട്ടൻ പുറത്തിരിക്കുമ്പോൾ ഒരു സീൻ, അത് രസമായിരുന്നു. ആക്ച്വലി ആ ലൊക്കേഷൻ നല്ല ഫണ്ണായിരുന്നു. ജഗദീഷ് ഏട്ടൻ ഒരിക്കലും നമുക്കൊരു ഭയങ്കര സീനിയറാണ് നമ്മളോട് വർക്ക് ചെയ്യുന്നതിനുള്ളൊരു ഫീൽ നമുക്ക് ഒരിക്കലും തന്നിട്ടില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ലൈക്ക് സോങ് സീക്വൻസ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഷോട്ടൊക്കെ എടുക്കാനൊക്കെ വന്ന ജഗദീഷ് ചേട്ടനോട് എല്ലാവരും അവിടെ നിന്ന് മാറിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര എന്താ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അപ്പം പറഞ്ഞ് അവിടെ നിൽക്കുന്നവരൊക്കെ ഒന്ന് മാറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വല്ലാതെ നമ്മളെ നല്ലോണം കെയർ ചെയ്യുന്നൊരു കോ ആർട്ടിസ്റ്റ് ആയിരുന്നു. ജഗദീഷ് ചേട്ടനോട് ഒരിക്കലും സീനിയറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പേടി തോന്നിയില്ല. ഇൻഫാക്ട് ഫസ്റ്റ് ഡേ ചെല്ലുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നെങ്കിലും ഭയങ്കര നല്ലൊരു മെൻഷനാണ് കേട്ടോ. ആ കാര്യത്തിൽ നല്ലൊരു കൊളീഗായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫ് മരിച്ച സമയത്ത് പോയായിരുന്നു? ഇല്ല, ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു. പോകാൻ പറ്റിയില്ല. അപ്പം ചേട്ടാ ഇങ്ങനെ മിണ്ടായിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അങ്ങനല്ല ഇങ്ങനെയൊന്നും പറയണ്ടായി. പറയട്ടെ പറയുന്നതെല്ലാം പിന്നെ സത്യമായ കാര്യങ്ങളാണ് പറയുന്നത്. നീ അത് പറഞ്ഞത് തെറ്റാണല്ലോ, അത് ഇങ്ങനെയാണല്ലോ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. ഒരു 5 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. 5 അല്ല 3 ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് ബുദ്ധിമുട്ട് പറയത്തില്ല, ഉണ്ടായിരിക്കും. നമ്മള് കോൺട്രവേഴ്സീസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, കാഷ്വൽ ആയിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ നമുക്ക് മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. ചോദ്യം ഇത്രേ ഉള്ളൂ. എല്ലാവരും തുടങ്ങുന്നതിന് ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. കാഷ്വലി ഉള്ള ചോദ്യമാണ്. ചേട്ടന് ഇഷ്ടപ്പെട്ട ഭക്ഷണം? ചോറ്, ചമ്മന്തി, പയറ് തോരൻ, മീൻ വറുത്തത്, മീൻ കറി. ചേച്ചിക്ക്
ഈ നാടൻ ഭക്ഷണങ്ങളെ വലിയ ഇഷ്ടം. ഫ്രൈഡ് റൈസും പിന്നെ നൂഡിൽസ് പിന്നെ ചില്ലി ചിക്കൻ. ഇതാണ് നാടൻ. ഇത് നാടൻ അല്ല, നാടൻ എനിക്കാണ് നാടൻ ഭക്ഷണമാണ്. ഏറ്റവും കൂടുതൽ. നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും നമ്മളൊരു കടയിൽ ഫസ്റ്റിലേ ചെല്ലുമ്പോ ചിക്കൻ നൂഡിൽസ് അല്ലേ, സ്ഥിരം വർഷങ്ങളായിട്ട് ഹോട്ടലിൽ ചെന്നാലും ഇവിടെ നമുക്ക് വെറൈറ്റി ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞ് കയറും. എല്ലാരും ഓർഡർ ചെയ്ത് വരുമ്പോ അവസാനം ലാസ്റ്റ് വെറൈറ്റി ചിക്കൻ. അത് നമുക്ക് 25 വർഷമായിട്ട് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അത് അടുത്തത് എനിക്ക് എന്റെ കാര്യം പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്റെ കാര്യം പറഞ്ഞത് കറക്റ്റാണ്. ഫുഡിന്റെ കാര്യം. ചേച്ചിയുടെ ചുരിദാറിന്റെ സൈസ് എത്രയാണ്? അതൊന്നും അറിയാൻ പറ്റത്തില്ല. വളരെ ഉള്ളവർ വാങ്ങിച്ചു കൊടുക്കാറില്ല. വാങ്ങിച്ചു കൊടുക്കല്ല, നമ്മൾ എടുക്കാൻ പറയും. എടുക്കും. ഷർട്ടിന്റെ സൈസ് എത്രയാണ് ചേച്ചി? 44 അല്ല 42. അത് ലൈക്ക് അത് 42. XL, ചില double ബ്രാൻഡിൽ XL. ചില ബ്രാൻഡ് 42 ആണെങ്കിൽ ചിലത് 44. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് അതിങ്ങനെ വണ്ണം കുറയുമ്പോ 42, വണ്ണം കൂടുമ്പോ 44 ആയിട്ട്. ഞാൻ അധികം ഇനി ചോദിക്കില്ല. ചിലപ്പോ ഇനി ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലേ ഞാൻ ഇറങ്ങുമ്പോ എന്നെ ചേട്ടൻ ഫോൺ ചെയ്യും, എന്നെ അത് കാണാതെ. അതുകൊണ്ട് അത് വേണ്ട. ഇപ്പം നിലവിൽ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ എന്ന് പറയാമോ ചേട്ടൻ്റെ? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ 2 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സി കേരളത്തിൽ മിഴിരണ്ടിലും എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ്. അതിനുശേഷം പിന്നെ ഏഷ്യാനിലിപ്പം ഏതോ ജന്മകൽപ്പനയിൽ അതിനകത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റണ്ണിങ് നിലവിൽ അത് രണ്ടുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉള്ള സീരിയലാണ് മിഴിരണ്ടിലും. അതുപോലെ തന്നെ ഏഷ്യാനിൽ ഏതോ ജന്മകൽപ്പനയിൽ രണ്ടും നല്ല രീതിയിൽ പോകുന്നു. ഈ മിഴിരണ്ടിൽ ഇപ്പോൾ ഒരു ഹീറോ മാറിയിട്ട് അടുത്ത ഹീറോ വന്നപ്പം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ പ്രേക്ഷകർ? അത് പെട്ടെന്ന് അങ്ങോട്ട് ഇതുവരെ എടുത്തിട്ടില്ല. ഗ്രാജുവലി എടുക്കുമായിരിക്കും. എന്നുവെച്ചാൽ ഒരാളെ ഇത്രയും 1.5 വർഷം ചെയ്ത അതിനി വേറെ ആര് വന്ന് ചെയ്താലും നമുക്ക് കുറച്ച് സമയം എടുക്കും. ബേസിക്കലി എന്താ പ്രശ്നം, ഈ ആദ്യം ചെയ്ത് വെച്ച ആളിനെ വെച്ച് എല്ലാം കമ്പാരിസൺ എല്ലാ സീനായാലും കമ്പാരിസൺ ആയിരിക്കും. പതിഞ്ഞോണ്ടാണ് മറ്റേ പുള്ളി 2 വർഷത്തിന് അടുപ്പിച്ച് പുള്ളിയുടെ ഫേസ് ഇന്ന ക്യാരക്ടറിനെ എല്ലാരും കണ്ടോണ്ടിരിക്കുകയല്ലേ. പെട്ടെന്ന് പിന്നെ ഒരുപാട് സീരിയൽ ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ മാറുന്നുണ്ട്. പക്ഷെ പതുക്കെ കൊണ്ട് അവർ അങ്ങ് എടുക്കും, അവരങ്ങ് മറക്കും. അല്ല, ചേച്ചിയുടെ എടുക്കാൻ പാർവതി ലക്ഷ്മി മാറി. ലക്ഷ്മി അല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത്? പാർവതി എന്ന് പറയുന്ന ക്യാരക്ടർ ടൈറ്റിൽ റോളാണ് മാറിയത്. അതെ. അപ്പം ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ലൊക്കേഷനിൽ. അപ്പൊ അവിടെ അതെ, അപ്പൊ എല്ലാവരും ഇന്റർവ്യൂ എടുത്തപ്പോഴും ലക്ഷ്മിയുടെ എടുത്തപ്പോൾ ലക്ഷ്മി പറഞ്ഞു കയറുന്നില്ലായിരുന്നു, കുറച്ച് കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി 0.65 ഒക്കെ ആയെന്ന് പറഞ്ഞു. അപ്പൊ സ്വീകരിക്കുന്നുണ്ടെന്നുള്ളതായിരിക്കും. ചേച്ചിയുടെ ഒപ്പീനിയൻ എന്താണ് അതിനകത്ത്? ഞാൻ ആ സീരിയലിനകത്ത് ആക്ച്വലി എൻ്റെ ക്യാരക്ടർ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ മരിച്ചുപോയൊരു കഥാപാത്രം. അതിലെ നായകൻ്റെ അമ്മ മരിച്ചുപോയി. പക്ഷെ ഒന്നുമില്ല, വെള്ളസാരി മറ്റേ ദംഷ്ടം ഒന്നും വന്ന് അങ്ങനത്തെ ഒരു ഭീകര രൂപമല്ല. എങ്ങനെ ഏത് ഡ്രസ്സിലാണോ മരിച്ചത് അതേ ഡ്രസ്സിൽ തന്നെയാണ് എപ്പോഴും ആ ഡ്രസ്സിൽ അതില് പാർവതി എന്ന് പറയുന്ന കഥാപാത്രം എന്നെ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കി ആർക്കും എന്നെ കാണാൻ പറ്റില്ല. പക്ഷെ അവർക്ക് അറിയാം, ലൈക്ക് ഈ ഒരു സാന്നിധ്യം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ കുട്ടിക്ക് മാത്രമേ നേരിട്ട് കാണാൻ പറ്റുള്ളൂ. എത്ര എപ്പിസോഡ്സ് ആയി ഇപ്പൊ അങ്ങനെ വന്നോണ്ടിരിക്കുന്നു? ആ സീരിയൽ തുടങ്ങുമ്പോഴേ ഞാൻ എത്ര 500 കഴിഞ്ഞിട്ട് 300 കഴിഞ്ഞു. കാര്യം സെലിബ്രേഷൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 350 എപ്പിസോഡ്സ്. അപ്പൊ ഇതിനകത്തെല്ലാം ചേച്ചി ആ ഒരൊറ്റ കോസ്റ്റ്യൂമിൽ തന്നെയാണ്. പിന്നെ ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ കുട്ടിയായിട്ടുള്ള ഫ്ലാഷ് ബാക്സ് മരിച്ചു പോയത് ഈ സാരിയില്ല, പിന്നെ വേഷം മാറി വരാൻ പറ്റില്ല. അല്ല, എനിക്ക് തോന്നുന്നത് ചേച്ചിക്ക് അധികം പൈസ ചെലവില്ലാത്തൊരു സീരിയലായിരിക്കും. അതില് ഡിനി വരുമ്പോ ഡിനി ഇങ്ങനെ എല്ലാ എപ്പിസോഡിലും എല്ലാ സ്കെഡ്യൂളിലും 15-20 സാരിയും അതിനനുസരിച്ച് ജ്വല്ലറി എല്ലാം വാങ്ങുമ്പോ എന്നെ കാണുമ്പോഴോ കൊതിയാവുന്നത് കണ്ടിട്ട് ഈ ഒരു സാരിയിൽ ഇന്ന് എല്ലാ ദിവസവും വരുമ്പോ എനിക്ക് അസൂയ തോന്നുന്നൊക്കെ ഇങ്ങനെ അവിടെയുള്ളവർ പറയും. ഞാൻ പറയും നിങ്ങൾക്കത്, പക്ഷെ എനിക്കിത് ഉടുത്തുടുത്ത് എനിക്കിത് മതിയായി. അപ്പൊ ഫ്ലാഷ് ബാക്ക് തന്നെ അസിസ്റ്റന്റ് വിളിച്ച് പറയുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഡ്രസ്സൊന്നും മാറി കിട്ടുമല്ലോ എന്ന്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് ഈ മോന്റെ ചെറുപ്പം കാണിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ഓർമ്മ കാണിക്കുന്നതിനകത്ത് കുറെ ഫ്ലാഷ് ബാക്ക് സീൻസ് ഒക്കെ പോകുമ്പോൾ അങ്ങനെ പോകുന്നു.